ഹരേ കൃഷ്ണ. വ്രതങ്ങളുടെ രഹസ്യം ഒന്നറിയാം. ഏതെല്ലാം തരത്തിലുള്ള വ്രതങ്ങളാണ് ഒരു അയ്യപ്പൻ അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ കൊണ്ടുവരേണ്ടത്? ബ്രഹ്മമുഹൂർത്തത്തിൽ എഴുന്നേൽക്കണം, സ്നാനം ചെയ്യണം, വിളക്കു കത്തിക്കണം, ശരണം വിളിക്കണം, അതുകഴിഞ്ഞാൽ കർപ്പൂരാരതി ഒഴിയണം, തുടർന്ന് യഥാർത്ഥമായ രീതിയിൽ ഭജന പാടണം. ഇത്രയും കാര്യങ്ങൾ ഓരോ അയ്യപ്പന്മാരും പ്രതിദിനം ചെയ്യേണ്ടതാണ്. ഈ തരത്തിലുള്ള ആചരണങ്ങളുടെ അടിസ്ഥാനം എന്താണെന്ന് നോക്കാം. നമ്മുടെ എല്ലാവിധത്തിലുള്ള ആചരണങ്ങളുടെയും അടിസ്ഥാന ഉറവിടം വേദങ്ങൾ തന്നെയാണ്. അതായത് വേദമാണ് ധർമ്മത്തിൻ്റെ അടിസ്ഥാനം എന്നർത്ഥം. അപ്പോൾ സർവ്വവിധ ധർമ്മത്തിൻ്റെയും ഉറവിടമായ വേദങ്ങളിൽ മനുഷ്യൻ ഏതു രീതിയിൽ ജീവിച്ചാൽ സുഖമായി ജീവിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഒരാളുടെ ജീവിതത്തിൽ ആയുസ്സ് നീട്ടിക്കിട്ടണമെങ്കിൽ അയാൾ ബ്രാഹ്മമുഹൂർത്തത്തിൽ എഴുന്നേൽക്കണം എന്ന് പറഞ്ഞാൽ രാവിലെ 3 മണിയോടുകൂടി എഴുന്നേൽക്കണം എന്നർത്ഥം. സൂര്യോദയത്തിന് മുൻപ് ഉണരുന്നത് കൊണ്ടുള്ള ഗുണങ്ങൾ നിരവധിയാണ്. സൂര്യോദയത്തിന് മുൻപ് ഉണരുന്നത് ശാരീരിക, മാനസിക, ഭൗതിക ആരോഗ്യങ്ങൾക്ക് അത്യുത്തമമാണ്. അങ്ങനെ എഴുന്നേറ്റാൽ പ്രഭാത സൂര്യൻ്റെ കിരണങ്ങൾ തക്ക സമയത്ത് വേണ്ട രീതിയിൽ പതിയും. സൂര്യൻ ഉദിച്ചാൽ പിന്നെ ഉറങ്ങരുത്. ഈ സമയത്ത് ഉറങ്ങുന്നവന് ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാകും. അതുകൊണ്ട് ഒരു വിശേഷമായ വ്രതത്തിൽ വരുന്നയാൾ ബ്രഹ്മമുഹൂർത്തത്തിൽ എഴുന്നേൽക്കണം. വേദവിദിതമായ കർമ്മമാണ്. ബ്രാഹ്മമുഹൂർത്തത്തിൽ എഴുന്നേൽക്കണമെന്നും സ്നാനം ചെയ്യണമെന്നും ഉപാസനയിൽ ഏർപ്പെടണമെന്നുമൊക്കെ വേദം അനുശാസിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഏതൊരു ദീക്ഷിതനും ഈ വിധികൾ പാലിക്കണം. ബ്രഹ്മമുഹൂർത്തത്തിൽ എഴുന്നേറ്റ് വിഷ്ണു തുടങ്ങിയ കുലദേവതയെയോ ഇഷ്ടദേവതയെയോ സ്മരിക്കണം. അതുകൊണ്ട് ഒരു അയ്യപ്പൻ ചെയ്യേണ്ടതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് രാവിലെ എഴുന്നേറ്റ് കുളിക്കുക എന്നതാണ്. കുളി എന്നാൽ ഏറ്റവും പ്രധാനപ്പെട്ട ശുചിത്വത്തിൻ്റെ ചിന്ത കൂടിയാണ്. അതിനേക്കാൾ കൂടുതലായിട്ട് ജലം ഒരു മരുന്നാണ്. ജലം മരുന്നാകുന്നതുകൊണ്ട് എല്ലാ ആളുകളും ഏറ്റവും നല്ല മരുന്നിനെ ദിവസവും ഉപയോഗിക്കണം. അത് ബാഹ്യശുദ്ധിക്കും ആഭ്യന്തര ശുദ്ധിക്കും ഉത്തമമാണ്. ദിവസവും രാവിലെ എഴുന്നേറ്റ് കുളിക്കുന്നതിലൂടെ വ്യക്തിക്ക് ബാഹ്യശുദ്ധി വരുന്നതോടൊപ്പം ആരോഗ്യവും കിട്ടുന്നു. രാവിലെ എഴുന്നേറ്റ് കുളിക്കുന്ന ഒരാളുടെ ബ്രഹ്മരന്ധ്രത്തിൽ ശിരസിൽ നിന്ന് അസാധാരണമായ സരസ്വതീ പ്രവാഹമുണ്ടാകുമെന്ന് വേദത്തിൽ പറഞ്ഞിട്ടുണ്ട്. അതിനാൽ രാവിലെ എഴുന്നേറ്റ് ഓരോ അയ്യപ്പനും കുളിക്കണം. അതോടൊപ്പം സ്നാനാന്തരം സാധാരണ ദീക്ഷിതനായ ആൾ ചെയ്യേണ്ടത് ബ്രഹ്മയജ്ഞം അഥവാ സന്ധ്യാവന്ദനമാണ്. അതുതന്നെയാണ് ഇവിടെ ഓരോ അയ്യപ്പനും ശരണം വിളിയിലൂടെ ചെയ്യുക. അത് കഴിഞ്ഞാൽ കർപ്പൂരാരതി എന്നൊരു ക്രിയ ചെയ്യും. കർപ്പൂരാരതി എന്ന് പറയുന്നത് അഗ്നിയെ ഉപയോഗിക്കലാണ്. അഗ്നി എന്ന് പറയുന്നത് ഈശ്വരൻ തന്നെയാണ്. അതിനാൽ അഗ്നിയെ ഉപാസിക്കുക. അപ്പോൾ അഗ്നി എല്ലാ പരിശുദ്ധിയെയും നൽകും. ആ അഗ്നിയിൽ നിന്ന് ചാരമായി കിട്ടുന്നതാണ് ഈശ്വരൻ്റെ വിഭൂതി എന്ന് പറയുന്ന ഭസ്മം. അത് ലേപനം ചെയ്യണം. ഓരോ സന്യാസിയുടെയും ഓരോ സ്വാമിയുടെയും അയ്യപ്പൻ്റെയും കടമ അഥവാ ധർമ്മമാണ്. ഇങ്ങനെ നോക്കിയാൽ വേദവിദിതമായ കർമ്മങ്ങൾ മണ്ഡലകാലത്ത് ഓരോ അയ്യപ്പനും വളരെ കൃത്യമായി ചെയ്യേണ്ടതുണ്ട്. വേദത്തിൽ പറഞ്ഞിട്ടുണ്ട് ബ്രാഹ്മമുഹൂർത്തത്തിൽ എഴുന്നേൽക്കണം, കുളിക്കണം, അതുപോലെ അഗ്നിയെ ഉപാസിക്കണമെന്ന്. ഭാരതത്തിലെ ഓരോ ആചാരങ്ങളിലും വേദവിദിതമായ ആശയഗതികൾ പൂർണ്ണമായി സ്വീകരിച്ചിട്ടുള്ളത് കാണാം. അത് മണ്ഡലകാല വ്രതത്തിലും അതിപ്രധാനമാണ്. സ്വാമിയേ ശരണമയ്യപ്പ.